ഫ്രണ്ട്സ്, വണ്ടിപ്പിടിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജാഗ്വാർ ആണ്. ഈ കാണുന്ന ജാഗ്വാറിന്റെ XK എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതൊരു 2010 മോഡൽ വാഹനമാണ്. എന്നിരുന്നാലും ഇത് കണ്ടു കഴിഞ്ഞാൽ പുതുപുത്തം പോലെയുണ്ട് ഇപ്പോഴും. അതേമാതിരി തന്നെ അത്രയ്ക്ക് വെൽ മെയിൻറ്റെയിൻ ആണ് ഈ വാഹനത്തിന്റെ. അപ്പോൾ ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നത് സ്റ്റാർട്ട് ആവാതെയാണ്. അപ്പോൾ സ്റ്റാർട്ട് ആവാതെ വന്നിരിക്കുന്ന സമയത്ത് ഈ വാഹനത്തെ എങ്ങനെ നമുക്ക് ജംപ് സ്റ്റാർട്ട് ചെയ്യും, അതേമാതിരി തന്നെ ഈ വാഹനത്തിന്റെ ബാറ്ററിയുടെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളത് മാത്രമേ എൻ്റെ ഈ വീഡിയോയിലുള്ളൂ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ വാഹനം നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും പറയാൻ സാധിക്കത്തില്ല ഇത് 2010 മോഡൽ വാഹനമാണെന്ന്. കാരണം ഇപ്പോൾ ഏകദേശം 14 വർഷത്തോളമായി. നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോഴും നല്ല ഒരു ലുക്ക് തന്നെ ഈ വാഹനത്തിനുണ്ട്. ഈ വാഹനത്തിൻ്റെ ഡിക്കി നമുക്ക് മാനുവലായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് കീ ഇടേണ്ട ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതേമാതിരി തന്നെ ബാറ്ററി ഡെഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ തുറക്കുന്നതും ഞാൻ കാണിച്ചു തരാം. ഈ വാഹനത്തിൻ്റെ മാനുവൽ കീ ഉപയോഗിച്ച് നമുക്ക് ഇതേമാതിരി തന്നെ ഈ സൈഡിലായിട്ട് ചെറിയൊരു ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് മാനുവൽ കീ ഇട്ടിട്ട് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാം. ഇനി ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനം സ്റ്റാർട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിക്കി നമുക്ക് ഇതേമാതിരി തന്നെ ഈ കീ ഉപയോഗിച്ച് നമുക്ക് തുറക്കാം. അപ്പോൾ കീ ഉപയോഗിച്ച് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ബാറ്ററി ഞാൻ അയച്ച് കാണിച്ചു തരാം എവിടെയാണ് ബാറ്ററി വരുന്നതെന്ന്. അപ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവുക, ഇതിൻ്റെ എഞ്ചിൻ റൂമിലാണോ ബാറ്ററി, അതോ ഇതിൻ്റെ ഡിക്കിയുടെ ഈ അടിയിലത്തെ കവറിലാണോ. എന്നാൽ ഈ അടിയിലത്തെ കവറിലൊന്നും ഇതിൻ്റെ ബാറ്ററി വരുന്നില്ല. എഞ്ചിൻ റൂമിലും ഈ വാഹനത്തിൻ്റെ ബാറ്ററി വരുന്നില്ല. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു സൂപ്പർ ചാർജർ എഞ്ചിനാണ്, V6 പെട്രോൾ എഞ്ചിനാണ്. എന്നാൽ ഈ വാഹനത്തിൻ്റെ ബാറ്ററി കൊടുത്തിരിക്കുന്നത് വാഹനത്തിൻ്റെ ഡിക്കിക്കകത്ത് തന്നെയാണ്. ഈ സൈഡിലായിട്ട് കണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു 4 ക്ലിപ്പും അതേമാതിരി തന്നെ സ്ക്രൂ പോലെയുള്ള സംഭവം കണ്ടല്ലോ. അത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ കവർ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഊരിയെടുക്കാം. ഇതേമാതിരി ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തായിട്ട് നിങ്ങൾക്ക് ബാറ്ററി കാണും. ഈ വാഹനത്തിലെ ബാറ്ററി എല്ലാം വർത്തയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. വർത്ത ഒറിജിനൽ ബാറ്ററി അല്ല വരുന്നത്. എന്നാൽ ഈ വാഹനത്തിന് നമ്മൾ ഓൾട്ടർനേറ്റർ ആയിരുന്നു കംപ്ലൈൻറ്റ്. നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പയർ ചെയ്തിട്ട് ഇപ്പോൾ വാഹനം സ്റ്റാർട്ടിംഗ് ആണ്, എല്ലാം തന്നെ ഓക്കെ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് വാണിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ സാധിക്കത്തില്ല. വാഹനം സ്റ്റാർട്ടാവാത്ത കണ്ടീഷനിലുള്ള വീഡിയോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇടാതിരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ഞാൻ ഇട്ടേനെ കൂട്ടത്തിൽ. അപ്പോൾ ഇപ്പോൾ വാഹനം നമ്മൾ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഈ വാഹനത്തിന് പ്രശ്നം ഉണ്ടായിരുന്നത് ഓൾട്ടർനേറ്ററിൻ്റെ പ്രശ്നമായിരുന്നു. ബാറ്ററി ചാർജ് ആവാത്ത പ്രശ്നം കൊണ്ടാണ് ഈ വാഹനം ബാറ്ററി ഡ്രെയിനേജ് ആയിപ്പോയത്. അപ്പോൾ അങ്ങനെ നമ്മളതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.